മഹാവികാസ് അഘാഡിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉറപ്പെന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 24-നോട്. ജനം ബി.ജെ.പിയുടെ വർഗീയതയ്ക്ക് മറുപടി നൽകും. മുഖ്യമന്ത്രി ആരെന്ന് തർക്കമില്ലാതെ തീരുമാനിക്കാൻ കഴിയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിശബ്ദ പ്രചാരണ ദിവസം ഇപ്പോൾ രമേശ് ചെന്നിത്തല 24-നൊപ്പം ചേരുകയാണ്. ദീർഘകാലത്തെ ഒരു പ്രചാരണ കാലമാണ്. സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC അംഗം എന്നുള്ള നിലയ്ക്ക് ഈ സംഘടനാ തലത്തിൽ ഈ പാർട്ടിയെ സംസ്ഥാനത്ത് കൂടുതൽ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എനിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ഒരു പ്രചാരണ കാലം എങ്ങനെയുണ്ടായിരുന്നു? ഹരിയാനയിലെ തോൽവിയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായും മുന്നണി ഒറ്റക്കെട്ടായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നേതൃത്വമാണ് പാർട്ടി നേതാക്കളെല്ലാവരും കൂടി, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടി എടുത്തത്. അത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലുതാണ്. ഒന്നാമത് ഈ ഗവൺമെൻറ് CBIയും EDയും കൂടി ഉണ്ടാക്കിയൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഷിൻഡെ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെതിരായി ജനവികാരം ശക്തമാണ്. ഇപ്പം നരേന്ദ്രമോദിയുടെ റാലിയിൽ ആളില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും റാലികളിൽ വൻപിച്ച ജനക്കൂട്ടമാണ്. ഇത് തന്നെ തെളിയിക്കുന്നത് മഹാവികാസ് അഘാഡിക്കുള്ള ഒരു മുന്നേറ്റമാണ്. എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇതൊക്കെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന വിശ്വാസം. പ്രചാരണ രംഗത്ത് പലതരം വാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഭിന്നിച്ച് നിന്നാൽ പ്രശ്നമാണ് എന്ന് ഹിന്ദുക്കളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഒന്നിച്ച് നിന്നാൽ സേഫാണ് എന്ന് പ്രധാനമന്ത്രിയും പറയുന്നത് കണ്ടു. അത്തരം പ്രചാരണങ്ങളൊക്കെ എങ്ങനെയാണ്? ആരാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്? BJP അല്ലേ ജനങ്ങളെ RSS അല്ലേ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്? ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് BJP ആണ്. കേരളം പോലെയുള്ള ഒരു ടർഫല്ല മഹാരാഷ്ട്രയിൽ. അപ്പോൾ അവിടെ ഇത്തരം ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തിരിച്ചടിയാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും BJPക്ക് തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ മഹാരാഷ്ട്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വർഗീയ ശക്തികൾക്ക് കീഴടങ്ങി കൊടുക്കുന്ന ഒരു നിലപാടില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ MVAക്ക് നല്ല മുന്നേറ്റമുണ്ട്. 19 ശിവസേന BJP തെറ്റിപ്പിരിയുന്നതിൽ മുഖ്യമന്ത്രി സ്ഥാനം വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം ശിവസേന ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ഉദ്ധവ് താക്കറെ കോൺഗ്രസിനൊപ്പം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലൊക്കെ നേരത്തെ കണ്ട് തീരുമാനം ആവാതിരുന്നത്? അതങ്ങനെ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കൂട്ടായി ആലോചിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. ആ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തതാണ്. ഓക്കെ, എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു. രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ 24-നൊപ്പം സംസാരിച്ചത്. വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.